സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണികളെ, അത് അമ്പാനല്ല. പൂച്ചമ്മ പെരയ്ക്കകത്ത് പുറത്തിറങ്ങിയിട്ട് ഏകദേശം 1 മാസമായി. അമ്പാനെ കാണാണ്ട് പോയ അന്ന് രാത്രി പൂച്ചമ്മനെ ഓടിച്ചിട്ട് കടിച്ചതാണ് ഇവൻ. ഇവനെ കണ്ട അമ്പാനാണെന്ന് കരുതി ഓടിച്ചെന്ന് എടുക്കാൻ ചെന്ന് എൻ്റെ അടുത്ത് ഓടിപ്പോയപ്പോഴാണ് ഇവൻ അവസാനം ഞാൻ കണ്ടത്. പിന്നെ ഇന്നാണ് പകൽവട്ടത്ത് ഇവനെ മാട്ടായി കിട്ടുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അഴിച്ചുവിടാൻ എൻ്റെ പേടികളിലെ പ്രധാന കാരണം കുറുക്കം കഴിഞ്ഞ യവനാണ്. എറിഞ്ഞ് തലതിരിച്ചാലും ഞാൻ ആലോചിച്ചാൽ, കാരണം നമ്മുടെ പിള്ളേരെ ഉപദ്രവിക്കുന്നതാണല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, സമാധാനത്തിൻ്റെ പാതയെ പോവാം. എൻ്റെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പൂച്ചമ്മ പുറകെ 100 നിൽപ്പുണ്ടേ. ചോക്ലേറ്റ് കാണിച്ചേടാ മാനങ്ങ് വാടാ, നമുക്കൊരു കാര്യം പറയാനുണ്ട്, രമ്യമായ കാര്യങ്ങൾ പരിഹരിക്കാം എന്ന് ഞാൻ വിളിച്ചു. എൻ്റെ പിള്ളേരെ കടിച്ചവന് ഞാൻ ചോക്ലേറ്റ് കൊടുത്ത് സ്വീകരിക്കുന്നൊരു ചോക്ലേറ്റ് പോയൊന്നും അല്ല ഞാൻ. എന്നാലും വേണ്ടില്ല, സമാധാനം, അത് മതി. ഞാൻ അവനെ ചുമ്മാ അമ്പാനെന്ന് വിളിച്ചേ. ചെറുക്കൻ വിളി കേട്ടു. ഞാൻ പിന്നെ അവൻ്റെ പുറകെ കൂടി. എന്ത് വന്നാലും വേണ്ടതില്ല. എത്ര ദൂരം പോയോ അത്രയും ദൂരം ഞാൻ പുറകെ പോയി. ഒരു ഷർട്ട് പോലും ഇട്ടിട്ടില്ല. കൊതുക് എവിടെയെല്ലാം കടിച്ചെന്നറിയോ. എന്നിട്ട് ലാസ്റ്റ് അവനെ നമ്പർ വീണു കേട്ടോ. അവൻ അടുത്ത് വരാൻ തുടങ്ങി, കൂട്ടായി. പക്ഷേ ചെറുക്കൻ ലാസ്റ്റ് ഒന്ന് മുള്ളി തന്നിട്ടങ്ങ് പോയെന്നേ. ഈ ശൂശുവിലൊന്നും ഞാൻ തട്ടി വീഴത്തില്ല കേട്ടോ. അവനെ വളച്ചിരിക്കും നമ്മൾ. നിങ്ങൾ നോക്കിക്കോ. നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തിൽ അവനെ കൂട്ടാക്കിയിട്ടുള്ളൂ. ഇനി നമ്മുടെ ബാക്കി പരിപാടി. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും പൂച്ചമ്മ 100 നിൽക്കും. ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് എൻ്റെ കൂട്ടത്തിൽ പോരും. അല്ലാതെ ഞാൻ അവനെ കാലാവാരി തല്ലിയനോട്ടോ ചേട്ടായിന്ന്. എന്നെ ഒരു ധൈര്യശാലിയാന്ന് കാണണേ. വെറുതെ കൊതുകടിയും കൊണ്ട് കാലയിൽ മരക്കുറ്റിയും കൊണ്ട് കയറി. വീണ്ടും കാണാൻ ലാറ്റ.